സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട കണക്കുകൾ നിങ്ങളോട് പറയാനാണ് ഇന്ന് ഈ പ്രസ് മീറ്റ് വിളിച്ചത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നിയമസഭാ ഇലക്ഷന് വേണ്ടി അന്തിമ വോട്ടർ പട്ടിക തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ അപ്രൂവൽ ഇലക്ഷൻ കമ്മീഷനിന് കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് 20-ാം തീയതി, അതായത് ഇന്നലെ, ഇത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. പബ്ലിഷ് ചെയ്തു. അതിൻ്റെ അർത്ഥമാണ് ദിസ് ഈസ് അവൈലബിൾ ഫോർ വെരിഫിക്കേഷൻ ഓഫ് ദ വോട്ടേഴ്സ്. പരിശോധനയ്ക്ക് ആയി ഇത് സിഇഒയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സിഇഒയുടെ വെബ്സൈറ്റിൻ്റെ പേര് ആണ് www.ceo-kerala.gov.in. ഈ സൈറ്റിലേമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇത് ഞാൻ പറഞ്ഞതിന് ശേഷം ഒരു ചെറിയ ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് കാണിക്കാം, എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിനെപ്പറ്റി പറയാം. ആദ്യമായിട്ട് പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ്. ഈ 1.5 മാസം നീണ്ടു നിന്ന നമ്മുടെ ഈ സ്പെഷ്യൽ സമ്മറി റിവിഷൻ ക്യാമ്പയിനിൻ്റെ ഭാഗമായിട്ട് ഡിസംബർ 31-ാം തീയതി വരെ നമുക്ക് ഏകദേശം 10 ലക്ഷം അപേക്ഷ കിട്ടിയിരുന്നു. ഡിസംബർ 31-ാം തീയതി വരെ ഈ അപേക്ഷകൾ എല്ലാം 15 ദിവസത്തിന് ഉള്ളിൽ സമയബന്ധിതമായി പരിശോധിക്കാൻ അതായത് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർമാർ, അതായത് കളക്ടർമാർക്കും ഇലക്ടോറൽ രജിസ്ട്രേഷൻ ഓഫീസേഴ്സ്, അതായത് തഹസിൽദാർമാർക്കും BLOമാർക്കും പിന്നെ ഈ ഡാറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സ്, അതായത് താലൂക്കിലുള്ള ഡാറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സും ഇവരെ എല്ലാം വളരെ വിശദമായിട്ട് പരിശോധിച്ചു. പരിശോധിച്ചതിന് ശേഷം കുറച്ച് അപേക്ഷകൾ അത് നിരസിച്ചു, കുറച്ച് അക്സെപ്റ്റ് ചെയ്തു, കുറച്ച് ഡിലീറ്റ് ചെയ്യാനായിരുന്നു, കുറച്ച് ഷിഫ്റ്റ് ചെയ്ത ആൾക്കാരായിരുന്നു, കുറച്ച് ഈ സ്ഥലം മാറ്റി പോയ ആൾക്കാരായിരുന്നു. അപ്പോൾ അന്തിമ വോട്ടർ പട്ടിക അനുസരിച്ച് ആകെ വോട്ടർമാരുടെ എണ്ണം 2,67,31,509. അതായത് ഞാൻ വീണ്ടും പറയാം, വീണ്ടും ആവർത്തിക്കുകയാണ്, കാരണം വീണ്ടും ആൾക്കാർ ചോദിക്കുകയാണ് വെദർ is there any chance to add more names. Certainly there is a chance. We have not closed the online process of accepting the applications. This is going on, but their names will come in the supplementary list, which will be published when the elections are announced. So next 2-3 months കൂടി ഉണ്ട്. അപ്പോൾ ജനങ്ങൾ ഇനിയും ഈ വോട്ടർ പട്ടികയിൽ വരാത്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാം, പേര് ചേർക്കാനുള്ള അവസരം ഉണ്ട്. ഈ ആകെ വോട്ടർമാരുടെ എണ്ണത്തിൽ ശരിക്കും നിയമപ്രകാരം നാമനിർദ്ദേശ പത്രിക വിഡ്രോൾ ചെയ്യുന്ന തീയതിൻ്റെ തൊട്ട്
ദെൻ മറ്റൊരു ഹൈലൈറ്റ് ഈ വർഷത്തെ ഈ സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കലിന്റെയാണ് കന്നി വോട്ടർമാർ കൂടിയത് 2.99 2,99,000. This is a major highlight because those who have crossed 18 years, this is a major highlight because our target was this group. കന്നി വോട്ടർമാർ ഏകദേശം 3 ലക്ഷം അത് ഇതിൽ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഈ കന്നി പ്രായം ഈ 18-19 പ്രായത്തിൽ ഉള്ള വോട്ടർമാരുടെ സംഖ്യ കോഴിക്കോടിലാണ് 40,867. അപ്പോൾ these are some of the highlights. As I indicated earlier, ഈ അന്തിമ വോട്ടർ പട്ടിക വന്നതിന് ശേഷം നമ്മുടെ ഈ പോളിംഗ് സ്റ്റേഷൻസിന്റെ എണ്ണം കൂടി ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. As you know that election commission have fixed the guideline ഒരു മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ട്. 1000 പേര് മാത്രമേ ഒരു പോളിംഗ് സ്റ്റേഷനിൽ പോകാൻ പാടുള്ളൂ. ഇത്രയും ആൾക്കാർക്ക് ഒരു പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ചെയ്യാൻ സാധിക്കും. ഈ മാനദണ്ഡം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണക്കാക്കിയത് ഇപ്പോൾ കണക്ക് ആക്കിയപ്പോൾ 15,730 പോളിംഗ് സ്റ്റേഷൻസ് കൂടിയിട്ടുണ്ട്. നിലവിലുള്ള 25,041 നിലവിലുള്ള പോളിംഗ് സ്റ്റേഷൻസ് പ്ലസ് 15,730 ആകെ പോളിംഗ് സ്റ്റേഷൻസിന്റെ എണ്ണം 40,771. ഈ കോവിഡിന്റെ സാഹചര്യത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഇതായിരിക്കും. 40,771. അവസാനം പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വോട്ടർ പട്ടികയിലെ പേര് ചേർക്കുവാൻ വോട്ടർമാർക്ക് അനുവദനീയമായ മാറ്റങ്ങൾ വരുത്താനും ഓൺലൈൻ തുടർന്ന് അപേക്ഷിക്കുവാനും www.nvsp.in എന്നുള്ള ഒരു സൈറ്റാണ്. ആ പ്രസ് റിലീസ് ഒന്ന് കൊടുക്കാമോ? എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി. ദെൻ നൗ ഐ വിൽ കം ടു എ വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് വിച്ച് ബിക്കോസ് പീപ്പിൾ നോ ഹൗ ടു വെരിഫൈ ദെയർ നെയിം. അതിൻ്റെ ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ ഞങ്ങൾ നിങ്ങളെ കാണിക്കാം. എങ്ങനെയാണ് ഒരു ബൂത്തിൽ നിങ്ങളുടെ പേര് ഉണ്ടോ ഇല്ല എന്ന് നോക്കാൻ വേണ്ടി. മനോജ് ഒന്ന് he is my computer manager who manages the data in my office. So Manoj will explain slightly. Or on night explain cheyu Rajesh. You avade ida aditinu kodutha madi adem distribute cheyam. You explain there. ക്ലിക്ക് ചെയ്യൂ ഇലക്ടോറൽ റോൾ. ഈ സൈറ്റിൽ പോയിട്ട് ഇലക്ടോറൽ റോൾ എന്നുള്ള ഒരു ഒന്ന് ക്ലിക്ക് ചെയ്തോ മനോജ്? പതിക്ക് ഒരു ബൂത്തിന്റെ കാണിക്കൊന്ന് മോഡോ. ദിസ് ഈസ് വെരി സിമ്പിൾ. അത് കമ്പ്യൂട്ടർ എല്ലാ ആൾക്കാർക്കും അത് ചെയ്യാൻ പറ്റും. ബൂത്ത് നമ്പർ അറിയണം. ആ ബൂത്ത് അതിൽ പോയാൽ മതി. ഫസ്റ്റ് ഡിസ്ട്രിക്ട്, ദെൻ ഗോ ടു ദ കോൺസ്റ്റിറ്റ്യുവൻസി, ദെൻ ഗോ ടു ദി ബൂത്ത്. അവിടെ നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങളുടെ പേരുണ്ടോ. അത് വന്നിട്ടില്ല മനോജ്? Then we are giving this voters list to the political parties. അതായത് താലൂക്ക് ഓഫീസിലെ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ മുഴുവൻ ലിസ്റ്റ് ഒരു സോഫ്റ്റ് കോപ്പിയും ഒരു ഹാർഡ് കോപ്പിയും ബൂത്ത് വൈസ് അതായത് കോൺസ്റ്റിറ്റ്യുവൻസിലെ താലൂക്ക് ഓഫീസിലെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ തഹസിൽദാർമാർ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസുമായി ഇത് പങ്കുവെക്കണം. ആ നിർദ്ദേശം പോയിട്ടുണ്ട്. എന്നാലും ജനങ്ങൾക്ക് ഇത് വെരിഫൈ ചെയ്യാൻ ഈ സൈറ്റിൽ ഇത് അപ്ലോഡ് ആയിട്ടുണ്ട്. അത് സ്ലോ ആണ്. എനിക്ക് because there is 2 crore more than 2 crore 67 lakh.
1000. Then this 15,000, ഞാൻ നേരത്തെ പറഞ്ഞ 15,730 ഓക്സിലറി പോളിംഗ് സ്റ്റേഷൻ സൈറ്റ് സ്ഥാപിക്കേണ്ടി വരും. ഏറ്റവും വലിയ വെല്ലുവിളി അതാണ് ഞങ്ങൾക്ക്. കാരണം അതായത് ഈ സ്കൂളുകളിൽ നേരത്തെ തന്നെ 4-5 ബൂത്ത്സ് ഉണ്ട് നേരത്തെ. അപ്പോൾ സ്പേസിൻ്റെ ഒരു വലിയ പ്രശ്നമായിരിക്കും. അപ്പോൾ അവിടെ തന്നെ in the premises of the school only we have to set up. Where ഇവിടുത്തെ ഇല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് അവിടെ ഉള്ള റോഡിൽ തന്നെ ഒരു ടെമ്പററി സ്ട്രക്ചർ ആയിട്ട് ചെയ്യണം. ദൂരത്ത് പോകാൻ പാടില്ല. കാരണം വോട്ടർമാർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ടെമ്പററി ഒരു സ്ട്രക്ചർ പോളിംഗ് ബൂത്ത് അവിടെ തന്നെ ഉണ്ടായിരിക്കണം. വെൽ 23-ാം തീയതി ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അവിടെ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാരെ വിശദമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ അവിടെ അവതരിപ്പിക്കാൻ പോവുകയാണ്. തയ്യാറായിട്ടുണ്ട് ഏകദേശം എന്നാണ് എന്നോട് പറഞ്ഞത്. ഡ്രാഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. ആ ഡ്രാഫ്റ്റ് എൻ്റെ മുൻപിൽ 23-ാം തീയതി അവരെ പ്രസന്റ് ചെയ്യും. വെൽ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അത് അനാവശ്യമായിട്ട് കൺഫ്യൂഷൻ വരും. ഞങ്ങൾക്ക് ഒരു അന്തിമ ധാരണയിൽ എത്തട്ടെ. പോസ്റ്റൽ ബാലറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 3 കാറ്റഗറീസ് ആണ് ഉള്ളത്. അതാണ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് നിങ്ങൾ പങ്കുവെക്കാം. ഇപ്പോ ഇഫ് ഐ ടെൽ something, it will be premature, unnecessarily confusion undagan paadilla. I will tell you at the right time when we finalize the entire guidelines. ഇപ്പോൾ ഞാൻ എണ്ണം പറഞ്ഞില്ല. ഈ ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡിസ്ട്രിക്ട് ലെവലിലെ ഉണ്ട്, താലൂക്ക് ലെവലിലെ ഇപ്പോൾ പ്രത്യേകം ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രക്രിയ പറയാം. ഞാൻ ഒരു ഫോം D വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ പ്രക്രിയ പ്രത്യേകമുണ്ട്. എങ്ങനെയാണ് കാസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ കാര്യം ഞങ്ങൾ പറയാം വെൻ വി ആർ ക്ലിയർ അബൌട്ട് എവറിഥിങ്. ഇത് വന്നോ? അപ്പോൾ ആരുടെയെങ്കിലും ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരു ആൾ ചോദിച്ചാൽ അത് കാണിക്കാൻ പറ്റുമോ? പോളിംഗ് ബൂത്ത് പറയാമോ എന്തെങ്കിലും? If some of you know your polling booth, പേര് ഉണ്ടോ ഇല്ല നിങ്ങളുടെ പരിശോധിക്കാം. If for a test. ഇതാണ് ആ ലിസ്റ്റ്, ആ പോളിംഗ് ബൂത്തിലെ മുഴുവൻ. So you can check up your name there. So we are creating this facility and we are giving this opportunity to the people. If still their name is not there, they can apply so that ഈ supplementary list le avarude pere varum. Arengilum if somebody wants to know whether his or her name is there or not, you can check up there. Parallel ipo kanikam. എന്തെങ്കിലും മറ്റേ ചോദ്യം ഇല്ലെങ്കിൽ നമ്മൾ അവസാനിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ എൻ്റെ കയ്യിലുള്ള വിവരങ്ങൾ. ബാക്കി പിന്നെ
പാടൻ നോ നോ നിയമപ്രകാരം അത് മാത്രം നമുക്ക് പറയാൻ പറ്റും. അത് ജനങ്ങളുടെ ഒരു അധികാരമാണ്. ഈ നോമിനേഷൻ വിഡ്രോളിന്റെ 10 ദിവസം മുൻപ് വരെ അപേക്ഷ സ്വീകരിക്കും. തീയതി ഇപ്പോൾ കിട്ടില്ല. അത് തീയതി കിട്ടിയാൽ പറയാം.